Hello my dear students, welcome to AQM classes. Relations and functions chapter ഒരു question എന്തായാലും find the domain of the function ആയിരിക്കും. Okay, so domain കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. So first of all, check whether there is denominator or a square root in the function. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്റർ ഉണ്ടോ നോക്കാം, മീൻസ് ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ആണോ നോക്കാം. ഡിനോമിനേറ്റർ ഉണ്ടോ നോക്കുക, സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ ഈ സ്ക്വയർ റൂട്ട് ഉണ്ടോ നോക്കാം. ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഒരിക്കലും സീറോ ആവരുത്. സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള ടേം ഒരിക്കലും നെഗറ്റീവ് ആവരുത്. അപ്പോൾ ഡിനോമിനേറ്റർ ഉള്ള ഫംഗ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എടുക്കുക, അത് സീറോ ആകുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക, റിയൽ നമ്പറിന് ആ പോയിന്റുകൾ ഒഴിവാക്കുക. ഇതാണ് ഡിനോമിനേറ്റർ ഉള്ള ഫംഗ്ഷനിൽ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ f of x equal to x plus 1 divided by x square minus 9. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, x square minus 9 ആണ് ഡിനോമിനേറ്റർ. ഈ x square minus 9 ഒരിക്കലും സീറോ ആകരുത്, നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, താൽക്കാലികമായി നമുക്ക് ഇതിനെ സീറോ ആക്കിയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ നമുക്ക് റിയൽ നമ്പർ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ x square minus 9 ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റ് x square minus 9 ഞാൻ ഫാക്ടറൈസ് ചെയ്യാണ്. മീൻസ് അത് സീറോ ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ്. x plus 3 into x minus 3 ഈക്വൽ ടു സീറോ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇത് സീറോ ആവണമെങ്കിൽ ഒന്നെങ്കിൽ x plus 3 സീറോ ആവണം, അല്ലെങ്കിൽ x minus 3 സീറോ ആവണം. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ വരും -3 or 3. ഈ രണ്ട് വാല്യൂ വരുമ്പോഴാണ് ഡിനോമിനേറ്റർ സീറോ ആവുന്നത്. -3 വരുമ്പോഴും സീറോ ആവും, 3 വരുമ്പോഴും സീറോ ആവും. സോ ഈ രണ്ട് വാല്യൂ നമ്മൾ റിയൽ നമ്പറിന് സബ്ട്രാക്ട് ചെയ്യണം. സോ റിയൽ നമ്പറിന് -3, 3 ഈ രണ്ട് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരുപാട് പിള്ളേർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്, r-3 ഇങ്ങനെ എഴുതി വെക്കും. സെറ്റ് എഴുതാതെ ഇങ്ങനെ എഴുതി വെക്കും, r-3 അല്ലെങ്കിൽ r-3 ഇങ്ങനെ എഴുതി വെക്കും. ഇത് തെറ്റാണ്. കാരണം ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇത് ഇങ്ങനെ എഴുതിയാലേ സെറ്റ് ആവുള്ളൂ, ബ്രാക്കറ്റ് ഇടണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് സെറ്റ് ആവില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇടണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇതാ ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഈ ഡിനോമിനേറ്റർ ഒരിക്കലും സീറോ ആവരുത്. x square minus 5x plus 6 ഒരിക്കലും സീറോ ആവരുത്. അപ്പോൾ സീറോ ആകുന്ന പോയിന്റ് ഇത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. x square minus 9 x plus 3 into x minus 3 ഫാക്ടറൈസ് ചെയ്ത്. കാരണം x square minus 9 എന്ന് പറയുന്നത് a square minus b square എന്നുള്ള ഫോമിലാണ് അല്ലേ. x square minus 3 square 9 എന്ന് പറയുന്നത്. അപ്പോൾ a square minus b square ആണ്. a plus b into a minus b നമുക്ക് എളുപ്പത്തിൽ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. ബട്ട് ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വരുന്നത് ഈ നമ്പറും സമ്മ് വരുന്നത് ഈ നമ്പറും വെച്ചിട്ടാണ് ഫാക്ടറൈസ് ചെയ്യുക. ഇനി ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനെ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോമുല വെച്ചിട്ട് -b + or -√b² - 4ac/2a ആ ഫോമുല വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാനിപ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. x - 3 into x - 2 എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്തെന്ന് വെച്ചാൽ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടുകയും കൂട്ടിക്കഴിഞ്ഞാൽ -5 കിട്ടുകയും ചെയ്യുന്ന രണ്ട് നമ്പർ, അതായത് -3 ഉം -2 ഈ രണ്ട് നമ്പർ വെച്ചിട്ടാണ് ഫാക്ടറൈസ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സീറോ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് സീറോ ആവണം, അല്ലെങ്കിൽ ഇത് സീറോ ആവണം. അതായത് എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ 3 ആവണം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 2 ആവണം. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 വരുമ്പോഴും 2 വരുമ്പോഴാണ് ഡിനോമിനേറ്റർ സീറോ ആകുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ സീറോ ആകരുത്. അപ്പോൾ റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ ഈ 2നെയും 3നെയും മാത്രം സബ്ട്രാക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഉള്ളതാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്, സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലുള്ള ടേം ഒരിക്കലും നെഗറ്റീവ് ആവരുത്. അപ്പോൾ സ്ക്വയർ റൂട്ടിന് ഉള്ളിലുള്ള ആളെ അങ്ങ് പിടിക്കുക, അയാളെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എഴുതാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ടുള്ള ഫംഗ്ഷൻ എപ്പോൾ കണ്ടാലും ശ്രദ്ധിക്കേണ്ടത് സ്ക്വയർ റൂട്ടിനുള്ളിൽ എന്താണോ ഉള്ളത് അയാളെ പിടിക്കുക, അതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആക്കുക, അതിനനുസരിച്ചുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ ഇവിടെ ഒരു ഇനീക്വാലിറ്റി സൃഷ്ടിക്കപ്പെടും. ഈ ഇനീക്വാലിറ്റി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ലീനിയർ ആയിട്ടുള്ള ഇനീക്വാലിറ്റി ആണ് അല്ലെ. 2x - 8 എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. ഇതിങ്ങനെ ലീനിയർ ആവണം നിർബന്ധമില്ല. ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചത് ലീനിയർ അല്ലാത്തൊരു ഇനീക്വാലിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് √9 - x², ഇതാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇത് വരുമ്പോൾ ഇത് ലീനിയർ അല്ല. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന രീതി വേറെ തന്നെയാണ് കേട്ടോ. അത് വളരെ ഷോർട്ട് കട്ടിൽ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 2x - 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതി എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ഈ -8 അടുത്ത് ഇപ്പുറത്തേക്ക് ഇടുന്ന് 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വന്ന് അല്ലേ. ഈ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വന്ന്. സോ 4/4 വലുതോ, ഇതാണ് ഇതിന്റെ ഡൊമൈൻ. സോ ആൻസർ വന്ന് 4 to ∞ ഡൊമൈൻ ആയിട്ട്. ഓക്കെ, ഡൊമൈൻ ഇത് വന്നു. അപ്പോൾ റൂട്ടിനുള്ളിൽ പോസിറ്റീവായി നിൽക്കുന്ന ഒരു സെറ്റ് വാല്യൂസ്, അതാണ് ഇതിന്റെ ഡൊമൈൻ. ഡൊമൈൻ ഇവിടെ കിട്ടി 4 to ∞. നെക്സ്റ്റ് നോക്കാം. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചത്. ഇത് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി ഷോർട്ട് കട്ട് പറഞ്ഞു തരാം കേട്ടോ. റൂട്ടിനുള്ളിൽ എന്താണുള്ളത് x² - 25, അതിനെ പിടിച്ചിട്ട് എന്താക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാക്കണം. ഇനി ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന രീതിയിലുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പലരും പല രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ലീനിയർ അല്ലാത്ത, ഓക്കെ ഇത് ലീനിയർ അല്ല, ക്വാഡ്രാറ്റിക് ആണ്, ലീനിയർ അല്ലാത്ത ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്
നിങ്ങൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാണ്. എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ഫാക്ടറൈസ് ചെയ്ത് തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, ഫാക്ടറൈസ് ചെയ്ത് ഇത് 0 ആകുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക. അതായത് ഇതിന്റെ ഓരോരോ ഫാക്ടറും ഈ ഫാക്ടറും 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, അത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, എക്സിന്റെ കോഫിഷ്യന്റ് പോസിറ്റീവ് ആണോ നോക്കാം ഓരോ ഫാക്ടറിലും. ഇപ്പോൾ ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് എന്താ 1x ആണ്, ഇവിടെയും 1x ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് രണ്ട് ഫാക്ടറിലും പോസിറ്റീവ് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തണം. അഥവാ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവ് ആക്കണം. എങ്ങനെയാ പോസിറ്റീവ് ആക്കുക? ആ നെഗറ്റീവ് ആയതിനെ മാത്രം ഒരു നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇനി ഈ ഫാക്ടറും 0 ആകുന്ന പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. ഏതാണ് 0 ആകുന്ന പോയിന്റ്? എക്സ് പ്ലസ് 5 പ്ലസ് 0 ആവാം. മക്കളെ നോക്ക്, ഈ എക്സ് പ്ലസ് 5 പ്ലസ് 0 ആവാം. എക്സ് പ്ലസ് 5 0 ആവുന്നത് എക്സ് ഈക്വൽ ടു -5 മറ്റേ ആൾ 0 ആവുന്നത് എക്സ് ഈക്വൽ ടു 5 അല്ലേ? ഇയാൾ 0 ആവുന്നത് എക്സ് ഈക്വൽ ടു 5 ഈ രണ്ട് പോയിന്റുകളും ഒരു നമ്പർ ലൈനിന്റെ മേലെ മാർക്ക് ചെയ്യുക. ഒരു നമ്പർ ലൈൻ വരയ്ക്കുക, നെഗറ്റീവ് ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇവിടെ മാർക്ക് ചെയ്യുക -5, അതായത് ഇയാൾ 0 ആകുന്ന പോയിന്റ്. ഇനി ഇയാൾ 0 ആകുന്ന പോയിന്റ് അതായത് 5, അത് ഇവിടെയും മാർക്ക് ചെയ്ത്. ഇത്രയും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റിൽ ഇത് 3 ഇന്റർവെൽസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ. -ഇൻഫിനിറ്റി മുതൽ -5 വരെ, -5 മുതൽ +5 വരെ, 5 മുതൽ ഇൻഫിനിറ്റി വരെ, ഇങ്ങനെ 3 ഇന്റർവെൽസ് ആണ് കാണുന്നത്. അതിൽ ഏറ്റവും റൈറ്റിലുള്ള ഇന്റർവെല്ലിൽ നിങ്ങൾ പോസിറ്റീവ് എഴുതാം. ഏറ്റവും റൈറ്റിലുള്ള ഇന്റർവെല്ലിൽ പോസിറ്റീവ് എഴുതാം. പിന്നെ ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ എഴുതി വരാം. ഓക്കെ, എത്ര ഇന്റർവെൽ ഉണ്ടോ ഇവിടെ ഇപ്പോൾ 3 ഇന്റർവെൽ ഉള്ളൂ, കാരണം ഇവിടെ 2 ഫാക്ടേഴ്സ് ഉള്ളത്. ഇനി കൂടുതൽ ഇന്റർവെൽ ഉണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങനെ 3 ഇന്റർവെൽസ് ഉള്ളതേ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് എപ്പോഴും ഇവിടെ പോസിറ്റീവ് ആയിട്ട് എഴുതാം, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ എഴുതും. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞു. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഗ്രേറ്റർ ദാൻ 0 ആണ് വേണ്ടത്. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. സോ ഗ്രേറ്റർ ദാൻ 0 ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഒന്ന് 5 ടു ഇൻഫിനിറ്റിയും ഒന്ന് -ഇൻഫിനിറ്റി ടു -5. അപ്പോൾ എഴുതാം ഡൊമെയിൻ ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു -5. ഓക്കെ, ഈ -5 ഇൻക്ലൂഡ് ചെയ്യണോ എക്സ്ക്ലൂഡ് ചെയ്യണോ എല്ലാവർക്കുള്ള ഡൗട്ട് ആയിരിക്കും. ഇവിടെ ക്ലോസ്ഡ് വേണോ ഓപ്പൺ വേണോ എന്നുള്ളത്. ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിൽ ക്ലോസ്ഡ്, ഈക്വൽ ഇല്ലെങ്കിൽ ഓപ്പൺ. അപ്പോൾ ഇവിടെ ഈക്വൽ ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ഇട്ട് യൂണിയൻ 5 ടു ഇൻഫിനിറ്റി. റെഡി അല്ലേ? ഇത് ഓർ ഇത് അല്ലേ? ഇവിടെയും പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് യൂണിയൻ ഇത്, ഈ രണ്ട് സ്ഥലത്തുമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതേപോലെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 25 - x², ഈ ഒരു മോഡൽ ഇതായിരുന്നു മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. 25 അല്ല, പകരം 9 or 4 അങ്ങനെ എന്തോ ആയിരുന്നു. ബട്ട് ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ നോക്ക്, x² - 25, ഇവിടെ 25 - x². അപ്പോൾ ചെയ്യേണ്ട മെത്തേഡിലൊന്നും മാറ്റമില്ല. ഫസ്റ്റ് തന്നെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 5 + x ഇൻറ്റു 5 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 5 + x ഇൻറ്റു 5 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇയാളെയും കൂടി എന്താക്കണം? നമുക്ക് പോസിറ്റീവ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് 5 + x, 5 - x ഒരു നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും? അത് x - 5 ആവും അല്ലേ? കാരണം a - b നെ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? അത് b - a ആവും, നേരെ തിരിയും. അപ്പോൾ ഇത് x - 5 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറവും മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഈ സൈഡിൽ മാത്രമായിട്ട് നെഗറ്റീവ് 1 മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ നിങ്ങൾക്കറിയാം 0നെ മൾട്ടിപ്ലൈ ചെയ്താൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, 0 തന്നെയാവും. പക്ഷേ ഇനീക്വാലിറ്റി മാറും, ഗ്രേറ്റർ ദാൻ എന്നുള്ളത് മാറി ലെസ് ദാൻ ആവേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? രണ്ട് ഭാഗവും നമ്മൾ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇവിടെ 0നെ നെഗറ്റീവ് 1 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും 0 തന്നെ. ഓക്കെ, ക്ലിയർ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പരിപാടിയൊക്കെ ചെയ്യാൻ നമുക്ക് എന്താക്കുക? ഇതിന്റെ 0 എടുക്കുക. ഇതിന്റെ 0 എത്ര? -5. അടുത്തതിന്റെ 0 +5, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നീങ്ങാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത്തവണ നമുക്ക് വേണ്ടത് ഇയാള് ലെസ് ദാൻ 0 ആണ് വേണ്ടത്, നെഗറ്റീവ് ആണ് വേണ്ടത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു, ബട്ട് നമ്മൾ നെഗറ്റീവ് 1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ 0 ആയിട്ടുണ്ട്. സോ ലെസ് ദാൻ 0 നെഗറ്റീവ് ഉള്ളത് ഇതിന്റെ ബിറ്റ്വീനിലാണ്. സോ ഇവിടെ ആൻസർ വരും -5 to 5. ഓക്കെ, ഡൊമെയിൻ വരും -5 to 5. എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് ഇട്ടതെന്ന് മനസ്സിലായല്ലോ? കാരണം ക്ലോസ്ഡ് ഇടാൻ കാരണം ഇത് ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലോസ്ഡ് ഇട്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ. ഇതല്ല, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. x² - 9 സ്ക്വയർ റൂട്ട് ഓഫ് x² - 9. ഇയാളുടെ ഡൊമെയിൻ എന്താ വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ഈ വീഡിയോന്റെ താഴത്ത് കമന്റ് ചെയ്യുക. സ്ക്വയർ റൂട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യുക. ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുക, എക്സിന്റെ കോഫിഷ്യന്റ് പോസിറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനത്തെ സ്ഥലത്താണ് എക്സിന്റെ കോഫിഷ്യന്റ് നെഗറ്റീവ് വരിക കേട്ടോ. ഈ നെഗറ്റീവ് x² വരുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രശ്നം വരുന്നുള്ളൂ. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ നെഗറ്റീവ് x² വരാത്തത് കൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലാഞ്ഞത്. ഓക്കെ, അപ്പോൾ
ഫാക്ടറൈസ് ചെയ്യാം, എക്സിന്റെ കോഫിഷ്യന്റ് എന്താക്കുക, പോസിറ്റീവ് ആക്കുക. അതിനൊക്കെ സെക്കൻഡുകളെ എടുക്കുള്ളൂ. എക്സിന്റെ കോഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, നമ്പർ ലൈൻ വരയ്ക്കുക, നമ്പർ ലൈനിന്റെ മേലെ ഈ പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തുക, പോസിറ്റീവ് നെഗറ്റീവ് എഴുതുക. നമുക്ക് പോസിറ്റീവ് ആണോ വേണ്ടതെങ്കിൽ അതെടുത്ത് എഴുതുക, നെഗറ്റീവ് ആണ് വേണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.